എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഡീമന്റെ കഴുത്ത് അത് വെട്ടിയെറിഞ്ഞു. ഇതുവരെ ആ ഡീമൺ ഒരുപാട് കുഞ്ഞുങ്ങളെ അവിടെ വെച്ച് കൊന്നിട്ടുണ്ട്. മാത്രമല്ല അവനെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്ന ആ അപ്പൂപ്പൻ മാസ്ക് മാനോട് ഒരുപാട് ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ആളുടെ 15 സ്റ്റുഡൻസിനെ വളരെ മൃഗീയമായിട്ട് കൊന്നു. 16ാമത് അവനൊരുക്കിയ കെണിയിൽ ഇപ്പൊ അവൻ തന്നെ വീണിരിക്കുകയാണ്. അത്രയും നാൾ അവൻ ചെയ്തതിന്റെ ഫലം അതിപ്പോ അവൻ അനുഭവിച്ചു. അപ്പാപ്പൻ മാസ്ക് മാൻ മാസ്റ്ററുടെ ശിഷ്യൻ നമ്മുടെ ടാജിറോ അവന്റെ കൈകൊണ്ട് ആ ഡീമൻ കൊല്ലപ്പെട്ടു. ഡീമന്റെ തലയും ബോഡിയെല്ലാം പതിയെ അങ്ങനെ ഉരുകി ചാരവായിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ അവന്റെ ബോഡിയുടെ അടുത്തേക്ക് വരും. ആ സമയത്ത് ഡീമൺ ആണെങ്കിൽ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് അവന്റെ ചെറുപ്പകാലം. അവൻ ഏറ്റവും ഇഷ്ടം അവന്റെ ബ്രദറിനെ ആയിരുന്നു. അവന്റെ ഫാമിലി ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. അവന്റെ ബ്രദറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടെ ചെയ്തു കൊടുത്തിരുന്നത് അവനാണ്. എവിടെ പോയാലും അവന്റെ കൂടെ തന്നെ ബ്രദറിനെ കൂട്ടും. ഒരാപത്തും വരാതെ അവന്റെ ബ്രദറിനെ കാത്തു സൂക്ഷിച്ചു. പക്ഷേ അവനൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഡീമൻ അവനെ അറ്റാക്ക് ചെയ്ത് ഒരു ഡീമണാക്കി മാറ്റി. അതായിരുന്നു അവന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു ട്രാജഡി. അവൻ ഡീമൻ ആയതിനു ശേഷം ആദ്യമായിട്ട് ഭക്ഷിക്കുന്നത് അവൻ അത്രയും കാലവും സ്നേഹിച്ച് ആരുടെ നോട്ടം പോലും കൊള്ളിക്കാതെ അവൻ കാത്തു പരിപാലിച്ച അവന്റെ ബ്രദറിനെ തന്നെയാണ്. ബ്രദറിനെ കൊന്നു തിന്നുമ്പോൾ അവന്റെ ഉള്ളിൽ യാതൊരു കുറ്റബോധമോ സ്നേഹമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ആ ഡീമന് ഒരുപാട് വിഷമം തോന്നും. ആ ഡീമന്റെ കണ്ണുകളിലൂടെ ഇപ്പൊ കണ്ണുനീര് ഒഴുകുകയാണ്. അതുകൊണ്ട് ഹീറോയും ആ ഡീമന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ കയ്യിൽ ടച്ച് ചെയ്യും. ഹീറോയ്ക്ക് അതിന്റെ കൈ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് ഒരുപാട് ഫീൽ ആവുന്നുണ്ടെന്ന്. അത് ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണെന്ന്. ഹീറോ അതിന്റെ കൈ തലയിൽ മുട്ടിച്ച്, ഇത്തവണ നിനക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടി. അടുത്ത തവണയെങ്കിലും നീ ഒരു നോർമൽ ഹ്യൂമനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഹീറോ കൈ അത് താഴേക്ക് വെക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഡീമൻ അവൻ ഇത്രയും കാലവും കൊന്നു തള്ളിയ ഒരുപാട് ആൾക്കാരുടെ സോള് അതെല്ലാം തന്നെ റൗണ്ട് ചെയ്ത് നിന്ന് ഇപ്പൊ ആ ഡീമനെ നോക്കുകയാണ്. ആ സോളുകൾ മുഴുവൻ ഇപ്പോൾ അവിടുന്ന് ഡിസിപ്പിയർ ആയി മാറും. ഹീറോ ആണെങ്കിൽ ഇപ്പോ ആ ഒരു കൂറ്റൻ ഡീമനെ കൊന്നു തള്ളിയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡീമൻസിനെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്നുള്ള ടെക്നിക്ക് അവന് മനസ്സിലാവും. സോ അവിടെ 7 ദിവസം സർവൈവ് ചെയ്ത് കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ അവൻ കണ്ണിൽ കണ്ട എല്ലാ ഡീമൻസിനെയും വെട്ടിയെറിഞ്ഞ് വിജയശ്രീ ലാളിതനായിട്ട് അവൻ ആദ്യം വന്ന ആ ഒരു മൗണ്ടൈൻ്റെ മുകളിലേക്ക് വരും. ഹീറോയെ പോലെ തന്നെ 7 ദിവസം അവിടെ സർവൈവ് ചെയ്ത മറ്റു 3 കുട്ടികളും അവിടെ ഉണ്ട്. ആകെ 4 പേര് മാത്രമാണ് സർവൈവ് ചെയ്തത്. ബാക്കി എല്ലാവരും ഡീമൻസുമായിട്ട് ഏറ്റുമുട്ടി അവിടെ വെച്ച് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഉടനെ 2 കോർഡിനേറ്റർ ഗേൾസ് അവരിപ്പോ ആ 4 പേരുടെ അടുത്തേക്ക് വരികയാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങൾ 4 പേരുമാണ് ഫൈനലി ഡീമൺ സ്ലേയേഴ്സ് ആയി മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഓരോ ബേർഡിന് തരുന്നു പറഞ്ഞ് 3 പേർക്ക് കാക്കകളെയും ഒരാൾക്ക് ഒരു കുയിലിനെയും കൊടുക്കും. അതിലൊരു പയ്യനാണെങ്കിൽ അവറ്റകളെ തീരെ ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല ഈ കാക്കേനെ ഒന്നും എന്റെ കൂടെ നടത്താൻ. ഈ സാധനത്തിന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൻ ആ കാക്കയെ തട്ടി ഓടിക്കുകയാണ്. അതിനുശേഷം ദേഷ്യപ്പെട്ട് അതിലൊരു പെണ്ണിനോട് പറയും, എന്റെ കളർ മാറുന്ന ആ ഒരു സ്ക്വാഡ് അതെനിക്ക് തിരികെ വേണം. അത് തിരികെ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റൂ. അതിനാ ഗൈഡ് പെണ്ണ് പറയും, അയ്യോ ഇല്ല, നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം 14 ദിവസം കഴിഞ്ഞ് മാത്രമേ ആ സ്ക്വാഡ് നിങ്ങൾക്ക് തിരികെ കിട്ടൂ. അത് കേട്ട പയ്യൻ അവൻ ഫുൾ കലിപ്പില് ആ ഗൈഡ് പെണ്ണിന്റെ മുടിയിൽ കയറി പിടിച്ചു വലിക്കും. അത് കണ്ട് ടാൻജിറോയ്ക്ക് അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അവൻ ഫുൾ കലിപ്പില് ആ പയ്യനോട് പറയും, മര്യാദയ്ക്ക് നിന്റെ കൈയെടുത്ത് മാറ്റ്. അതിനവനാണെങ്കിൽ ഒട്ടും കൂസലില്ലാതെ കൈ മാറ്റാതെ അവിടെ തന്നെ ടൈറ്റായിട്ട് പിടിക്കും. ഹീറോ ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, അവന്റെ കയ്യിലങ്ങനെ ഞെരിച്ച് എല്ലാം ഒടിച്ച് കളയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ 4 പേരും നല്ല കുട്ടികളായിട്ട് ഒരു ഭാഗത്ത് നിരന്ന് നിൽക്കുകയാണ്. അവരുടെ മുൻപില് വാളുണ്ടാക്കാൻ ശേഷിയുള്ള കുറെ അയരുകൾ അതിലിഷ്ടമുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാം. അവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരാദ്യം മടിച്ചു നിൽക്കും. അല്പനേരം ആലോചിച്ച് നിന്നതിന് ശേഷം ടാൻജിറോ ആണെങ്കിൽ അവന് വേണ്ട ഒന്ന് സെലക്ട് ചെയ്യും. അത് കണ്ട് ബാക്കിയുള്ളവരും ഓരോന്നായിട്ട് സെലക്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ വിജയശ്രീ ലാളിതനായിട്ട് എഴഞ്ഞായിരിക്കും വീട്ടിലേക്ക് തിരികെ പോവാ. ഒരുപാട് ഡീമൻസിനോടും ടീംമേറ്റ്സിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ചെക്കൻ തളർന്നിരിക്കുകയാണ്. അവന്റെ ബോഡി മുഴുവൻ പരുക്കാണ്. അവന്റെ സ്ക്വാഡും കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോ പതിയെ നീങ്ങി വീട് ലക്ഷ്യമാക്കി പോവാണ്. ഹീറോ ആണെങ്കിൽ തന്റെ ഊർജം മുഴുവൻ സംഭരിച്ച് ഇപ്പൊ പതിയെ എഴുന്നേറ്റ് നടക്കാനായിട്ട് ശ്രമിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ തോന്നും. കാരണം വലിയൊരു കടമ്പയാണ് അവനിപ്പോ കടന്നു കിട്ടിയിരിക്കുന്നത്. അവന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഇല്ലാതാക്കിയ ഒരുപാട് ഡീമൻസിനെ അവനെ കൊണ്ട് ഇനി തകർക്കാൻ പറ്റും. ഒരു ഡീമണായി മാറിയ അവന്റെ സഹോദരിയെ എങ്ങനെയെങ്കിലും തിരികെ പിടിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം
ഇതെല്ലാം ആ മാസ്ക് മാൻ അപ്പാപ്പൻ അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഹീറോയ്ക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. നീണ്ട 1.5 വർഷത്തിന് ശേഷം അവനിപ്പോ അവന്റെ സഹോദരിയെ കാണാൻ പോവാണ്. അവന്റെ മനസ്സാണെങ്കിൽ എന്തെന്നില്ലാതെ തുള്ളിച്ചാടും. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ദൂരത്ത് മാസ്റ്ററുടെ വീട് കാണും. അവന്റെ ശബ്ദം കേൾക്കേണ്ട താമസം അവന്റെ അനുജത്തി അവൾ ആ ഡോറ് പോലും തല്ലിപ്പൊളിച്ച് ഹീറോയുടെ അടുത്തേക്ക് ഓടി വരും. 1.5 വർഷം, നീണ്ട 1.5 വർഷത്തിന് ശേഷമാണ് അവള് ആഞ്ചലോയെ കാണുന്നത്. ഹീറോ ആ 1.5 വർഷക്കാലം അവൾക്ക് വേണ്ടിയും അവനു വേണ്ടിയും ട്രെയിനിങ് എടുത്തു. പക്ഷെ അവളാണെങ്കിൽ 1.5 വർഷക്കാലം ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ആ ഒരു അസുലഭ ശുഭനിമിഷം, അവളാണെങ്കിൽ ഹീറോയെ ഹഗ് ചെയ്യും. അവർ രണ്ടുപേരും സന്തോഷവും സങ്കടവും എല്ലാം പരസ്പരം പങ്കുവെക്കുകയാണ്. നമ്മുടെ മാസ്റ്ററിനും ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം അയച്ച ഒരു സ്റ്റുഡന്റ് ഇപ്പൊ പാസ്സായി ഒരു ഡീമൺ സ്ലെയർ ആയിട്ട് തിരികെ വരുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ അതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. അദ്ദേഹവും അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് അവനെ ഹഗ് ചെയ്ത് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാണ്. അവൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് അവന്റെ ദാഹവും വിശപ്പും ഒക്കെ അകറ്റും. അതിനുശേഷം വീണ്ടും ഡീമൺസിനെ കുറിച്ചുള്ള ചില പ്രത്യേക കാര്യങ്ങൾ മാസ്റ്റർ അവന് പറഞ്ഞു കൊടുക്കും. ഡീമൺസിനെല്ലാം തന്നെ ബ്ലഡ് ഈവൻ ആർട്ടുണ്ട്. അവര് ബ്ലഡ് കുടിക്കുമ്പോഴും മനുഷ്യന്റെ ശരീരങ്ങൾ ഭക്ഷിക്കുമ്പോഴും അവരുടെ എനർജി അത് കൂടിക്കൂടി വരും. ഓരോ ഡീമൺസിനും പ്രത്യേക രീതിയിലും ശൈലിയിലും തോതിലുമാണ് അവരുടെ പവർ അത് ക്ഷണവേഗത്തിൽ കൂടുന്നത്. പക്ഷെ നിന്റെ അനുജത്തി അവളുടെ സ്ട്രെങ്ത് കണ്ടെത്തുന്നത് ഉറക്കത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അവൾക്ക് അവളുടെ മോൺസ്റ്റർ നേച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ 14 ദിവസത്തിന് ശേഷം നമ്മുടെ ഹീറോയുടെ സ്ക്വാഡ് ഒരു സോൾജിയർ അവിടേക്ക് കൊണ്ടുവരാണ്. അയാളാണെങ്കിൽ കുറച്ച് മണ്ടനാണ്. മാത്രമല്ല നമ്മുടെ ആൾക്കാർക്ക് സംസാരിക്കാനായിട്ട് ഇടം കൊടുക്കാതെ എന്തൊക്കെയോ കാര്യമായിട്ട് തള്ളി മറിക്കുകയാണ്. ആ വാള് അവൻ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. നിന്റെ ഈ ഹെയറിന്റെ കളർ കണ്ടാൽ അറിയാം നിന്റെ ഈ വാളിനും ഇതേ കളർ തന്നെ ആയിരിക്കുമെന്ന്. ഈ വാളൊക്കെ വെച്ച് നിനക്ക് ഒരുപാട് ഡീമൺസിനെ തല്ലിക്കൊല്ലാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് ആള് കടന്നു പോകും. ഹീറോ ആണെങ്കിൽ റൂമിനകത്തേക്ക് വന്ന് ആ സ്ക്വാഡ് പുറത്തെടുക്കും. ആ സ്ക്വാഡിന്റെ നിറം അവൻ പറഞ്ഞതുപോലെ ഹെയറിന്റെ കളറല്ല, മറിച്ച് കറുപ്പ് കളറാണ്. ആ സോൾജിയർ ആണെങ്കിൽ അതിന്റെ കളർ കണ്ട് ഞെട്ടും. മാത്രമല്ല നൈസായിട്ടൊന്ന് ചമ്മിപ്പോവും. സോൾജിയർ പറയും, ഞാൻ വളരെ റെയർ ആയിട്ടാണ് സ്ക്വാഡിന്റെ കളർ കറുപ്പ് നിറത്തിൽ കണ്ടിട്ടുള്ളത്. അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ടാഞ്ചറോടെ കാക്ക അതങ്ങനെ പറന്ന് അകത്തേക്ക് വരികയാണ്. കാക്ക പറയും, ടാഞ്ചറോ നീ ഡീമൺ സ്ലെയർ ടീമിൽ ചേർന്നിട്ട് നിന്റെ ആദ്യത്തെ ദൗത്യം വന്നെത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ കിലോമീറ്ററുകൾക്കപ്പുറം പടിഞ്ഞാറുള്ള ഒരു ഗ്രാമത്തിലേക്ക് നീ പോണം. അവിടെ രാത്രി കാലങ്ങളിൽ ഓരോ വീട്ടിലെയും പെൺകുട്ടികളെ കാണാതാവുകയാണ്. അതിന്റെ കാരണം കണ്ടെത്തി ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളയുന്ന ആ ഡീമണെ കണ്ടെത്തി നീ നശിപ്പിക്കണം. അത് കേട്ട് ഹീറോ അതിന് തയ്യാറായി അവന്റെ സ്ക്വാഡ് അതങ്ങനെ സ്ട്രോങ് ആയി പിടിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.